ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ഒരു പായസം പോലെ വെക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. ഉലുവ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. കർക്കിടകത്തിൽ ഉലുവ കഞ്ഞി കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ 1 കപ്പ് ഉലുവയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനൊരു കപ്പ് ഉലുവ ഈ കപ്പിൽ നിറയെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തലേ ദിവസം നല്ലോണം കഴുകി നല്ല വെള്ളത്തിൽ കുറച്ച് കുതിർത്താനിട്ട് വെക്കാം. രാത്രി മുഴുവൻ അത് കുതിർന്ന് വരും. എന്നിട്ട് രാവിലെ നമുക്ക് ആ വെള്ളത്തോടു കൂടി നമുക്ക് മിക്സിയിലൊന്ന് കറക്കി എടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ആ കുതിർത്ത വെള്ളം മുഴുവൻ ഇതിൽ ഒഴിച്ചിട്ടില്ല. ആ വെള്ളം ഇതിൽ ഒഴിച്ചൊഴിച്ച് നമുക്കൊന്ന് അരിപ്പയിൽ ഇതൊന്ന് അരിച്ചരിച്ച് എടുക്കണം. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ജ്യൂസ് മുഴുവൻ നമ്മൾ കുറേശ്ശെ കുറച്ച് കൂടുതലാണ് ഞാൻ എടുത്തത്. ഞാൻ കുറച്ചിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. 2 ഗ്ലാസ്സിനൊക്കെ അതിൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ കുടിക്കാനൊക്കെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മളതിൻ്റെ ഒരു കൊഴുപ്പുള്ളതല്ലേ ഉലുവ, ഒന്ന് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല അതിൻ്റെ ജ്യൂസ് മുഴുവനും കിട്ടും. വേണ്ട സ്പൂണിൽ നോക്കൂ, വേണ്ട എല്ലാ ജ്യൂസും കിട്ടും. ഇങ്ങനെ നമ്മളെ അരിപ്പേൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും. വേണ്ട ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് അരിച്ചരിച്ച് എടുക്കാം. ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ജ്യൂസ് മുഴുവൻ താഴത്തേക്ക് വരും. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ഈ ഒരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഈ അതിലത്തെ ജ്യൂസ് മുഴുവൻ കളഞ്ഞില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് നമുക്ക് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മുടിയിലൊക്കെ തേക്കാൻ നല്ലതാണ് താളിക്ക്. ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല. ഇതൊന്ന് കലക്കി നമ്മൾ നല്ലോണം ഒന്ന് മുടിയിലൊക്കെ തേച്ചിട്ട് താളിയായിട്ട് ഉപയോഗിക്കാം നമുക്ക്. അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഉലുവയ്ക്ക് ഉണ്ട് കേട്ടോ. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേശം വെള്ളം ചേർത്തിട്ടാണ് നമ്മളതിങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുത്തേക്കണത്. ഇനി നമ്മളതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിൽ കുടിക്കാനാണ് ഇത് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ആ ഉലുവയുടെ ആ കയ്പ്പ് രസമൊക്കെ ഒന്ന് മാറി കിട്ടും. നമുക്ക് കുടിക്കേണ്ട പാകത്തിനുള്ള ഇതാണ് എടുക്കേണ്ടത്. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് കുറുക്കി എടുക്കാം. ആ ഉലുവ ഒന്ന് വേവണത് വരെ ഇങ്ങനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ ഉലുവയുടെ ഒരു പച്ച ഒരു ചൊയ ഉണ്ടാവില്ല, അത് നമുക്ക് മാറണ വരെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു ചെറിയ ഒരു മുറിയുടെ തേങ്ങാപ്പാലുണ്ട് അത്. എന്നിട്ട് ഇനി ഇത് നമുക്ക് ഓഫാക്കാം. ഇങ്ങനെ ഈ ഒരു കുടിക്കേണ്ട പാകത്തിൽ നമുക്ക് എടുത്താൽ മതി. ഇത് നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. പ്രസവിച്ച് പെൺകുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ഒരു 3 ദിവസം നമ്മളിങ്ങനെ ഈ ഉലുവ കൊടുക്കാറുണ്ട്. വയറിനൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കർക്കിടകത്തിൽ നമ്മളിങ്ങനെ കുടിക്കും. നല്ലതാണ്. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവരും ഈ പാകത്തിൽ വേണം കേട്ടോ എടുക്കാൻ. ഇങ്ങനെ കുടിക്കേണ്ട പാകത്തിൽ, വല്ലാണ്ട് കട്ടിയാക്കണ്ട. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കാനും നിൽക്കണ്ട. നമ്മൾ ഫ്ലെയിം ഓഫാക്കി. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അത് അധികം കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല, കുടിക്കാൻ നല്ല സുഖമാണ്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.